പ്രിയപ്പെട്ടവരെ, COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഏകദേശം 15 ലക്ഷത്തിലധികം ആളുകളെ ഈ അസുഖം നിലവിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, മരണനിരക്ക് ഏകദേശം 92,000 കടന്നിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള കണക്കെടുത്ത് നോക്കുകയാണ്. ഇന്ത്യയുടെ കാര്യമാണെങ്കിൽ ഏകദേശം 5,000-ന് മുകളിലായി നമ്മുടെ രോഗം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം. മരണമോ 169-ന് മേളിൽ നിന്ന് നിൽക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിൽ ഏകദേശം 357ഓളം കേസുകൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യവശാൽ നമുക്ക് മരണനിരക്ക് വളരെ കുറവാണ്. 2 രോഗികൾ മാത്രമേ, അതും പ്രായമായവരും മറ്റസുഖമുള്ളവരും മാത്രമേ നമ്മുടെ കേരളത്തിൽ ഇതിനോടകം മരണപ്പെട്ടിട്ടുള്ളൂ. ഈ സാഹചര്യത്തിൽ ഈ അസുഖത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാനും ഇത്തരം അസുഖവുമായി അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുമായുള്ള രോഗികൾ നമ്മുടെ ആശുപത്രിയെ സമീപിക്കുകയാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഉള്ള ഒരു അറിവ് പകരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം, ഈ കൊറോണ വൈറസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. ഏത് വൈറസാണ്? കൊറോണ വൈറസാണ്. ഈ കൊറോണ വൈറസ് എന്ന് പറയുന്ന അപൂർവ ജീവിയാണോ? അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അല്ല. കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിലും ഹ്യൂമൻ ബീയിങ്സിലും അല്ലറ ചില്ലറ അസുഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പിൽപ്പെട്ട വൈറസാണ്. ഈ കൊറോണ എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഒരു പ്രത്യേക അർത്ഥമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊറോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ക്രൗൺ. ക്രൗൺ എന്ന് വെച്ചാൽ കിരീടം. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് പോയിസൺ. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് മുൾക്കിരീടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ വിഷകിരീടം എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാവുന്ന ഒരു വൈറസാണ് ഇത്, അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ. ഈ കൊറോണ വൈറസ് ഒരു വലിയ ഫാമിലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആനിമൽസ് ആയിട്ടുള്ള കാറ്റിൽ, ക്യാമൽ, കാറ്റ്, ബാറ്റ് എന്നിവയിലും മനുഷ്യരിലും കണ്ടുവരുന്ന ഈ വൈറസ് ചിലപ്പോഴൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുകയും അത് ആനിമൽസിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുകയും പിന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുകയും ചെയ്യുന്നതായി പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രധാനമായും 7 ഗ്രൂപ്പിൽപ്പെട്ട വൈറസുകളാണ് കൊറോണ ഗ്രൂപ്പിലുള്ളത്. അതിൽ 229E എന്ന് പറയുന്ന ആദ്യത്തെ ഗ്രൂപ്പ് ആൽഫ കൊറോണ വൈറസാണ്. NL63 എന്ന് പറയുന്ന അടുത്ത ഗ്രൂപ്പ് ആൽഫ കൊറോണ വൈറസാണ്. എന്നാൽ OC43 എന്ന് പറയുന്ന ഗ്രൂപ്പ് ബീറ്റ കൊറോണ വൈറസ്. HKU1 എന്ന് പറയുന്നത് ബീറ്റ കൊറോണ വൈറസാണ്. പിന്നെ പ്രസിദ്ധമായ വേറെ 2 വൈറസ് ഉണ്ട്. അതായത് മേഴ്സ്, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കിയ മേഴ്സ് കൊറോണ വൈറസ്, അതൊരു ബീറ്റ കൊറോണ വൈറസാണ്. ആൻഡ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം സാർസ് ഉണ്ടാക്കിയ വൈറസ്, അതും ഈ കൊറോണ വൈറസ് തന്നെയാണ്. അതൊരു 6ാമത്തെ ഗ്രൂപ്പാണ്. അങ്ങനെ ഇരിക്കെ അതിൻ്റെ ശ്രേണിയിൽ അവസാനത്തേതായിട്ട് വന്ന വൈറസാണ് നോവൽ കൊറോണ വൈറസ് ഓർ സാർസ് കൊറോണ വൈറസ് 2 അഥവാ നമ്മുടെ കോവിഡ് എന്ന് WHO നാമകരണം ചെയ്ത അസുഖം ഉണ്ടാക്കുന്ന കൊറോണ വൈറസ് ഏറ്റവും പുതിയ ഗണത്തിൽപ്പെട്ടതാണ്. ഈ രോഗം ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ ആദ്യമായി കാണപ്പെടുകയും ഇത് ആനിമൽസിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുകയും തുടർന്ന് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടർന്നു പിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, ഈ വൈറസ് നമ്മുടെ ശരീരത്ത് വൈറസിൻ്റെ കണങ്ങൾ നമുക്ക് നമ്മുടെ ദേഹത്ത് പ്രവേശിച്ചാൽ ഏകദേശം 2 ദിവസം മുതൽ 14 ദിവസം വരെയുള്ള സമയം ആണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ 14 ദിവസത്തിനകം ആണ് നമുക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. ഏകദേശം ഒരു 5 ദിവസം കഴിയുമ്പോൾ തൊട്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം. നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ കണങ്ങൾ, തെറിച്ചു വീഴുന്ന കണങ്ങൾ ഏകദേശം പോകാവുന്ന ഡിസ്റ്റൻസ് ഒരു 2 മീറ്റർ വരെയാണ്. അതായത് 6 അടി വരെ വരും. അങ്ങനെ തെറിച്ചു വീഴുന്ന കണങ്ങളിനകത്ത് ഈ വൈറസ് ഉണ്ടാവും. ഈ ഡ്രോപ്ലെറ്റ്സ് ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിയുടെ മുഖത്തോ വായിലോ കണ്ണിലോ മൂക്കിലോ വന്ന് വീഴുകയോ അഥവാ ആ കണങ്ങൾ ഒരു പ്രതലത്തിൽ വീണതിന് ശേഷം നമ്മിൽ ആരെങ്കിലും അതിലൊന്ന് സ്പർശിക്കുകയോ അതിനുശേഷം അത് ആ കൈ കൊണ്ട് നമ്മുടെ മുഖത്തോ കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളിലേക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷനാണ് ഈ വൈറസിൻ്റെ പ്രധാന മോഡ് ഓഫ് ട്രാൻസ്മിഷനായി കരുതപ്പെടുന്നത്. അടുത്തതായി നമുക്ക് പറയുകയാണെങ്കിൽ ഈ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഈ രോഗലക്ഷണങ്ങൾ നമുക്കറിയാം, ഇത്രയേറെ ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ ഇത് വ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മറ്റൊരു സൈഡ് കൂടിയുണ്ട്. അതായത് ഈ
രോഗം വരുന്നവരിൽ ഏകദേശം 75 തൊട്ട് 81% വരെ ആളുകളിൽ ഇത് ഒരു ലഘുവായ രീതിയിൽ വന്നു പോകും എന്നുള്ളതാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അഥവാ ചൈനയിലെ ആണെങ്കിലും മറ്റ് ഈ അസുഖം വന്നിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളാണെങ്കിലും എടുത്തു നോക്കിയാൽ 75 തൊട്ട് 81% വരെയുള്ള രോഗികൾക്ക് മൈൽഡ് സിംറ്റംസ്, അതായത് ചെറിയ ഒരു തുമ്മൽ, തൊണ്ടവേദന, ചുമ, ചിലപ്പോഴൊക്കെ ഒരു വയറിളക്കം എന്നുള്ള രീതിയിൽ വന്നിട്ട് അതങ്ങ് സെൽഫ് ലിമിറ്റിങ് തനിയെ അങ്ങ് മാറുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. എന്നാൽ ഏകദേശം ഒരു 10-14% ആളുകളിൽ ഇത് വളരെ സിവിയറായിട്ട് വരുന്നതായും കണ്ടിട്ടുണ്ട്. ഈ അസുഖം സിവിയറായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ 1 കോംപ്ലിക്കേഷൻ ആളുകളിൽ ന്യൂമോണിയ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ന്യൂമോണിയ തന്നെ പല രീതിയിൽ വരാറുണ്ട്. സിംഗിൾ ലോബ്, ഒരു ലങ്ങിൻ്റെ ഒരു ലോബിൽ മാത്രം വരുന്ന ന്യൂമോണിയ, മൾട്ടി ലോബാർ ന്യൂമോണിയ, ഒന്നിൽ കൂടുതൽ ലോബുകളിൽ വരുന്ന ന്യൂമോണിയ, അഥവാ അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ പലപ്പോഴും 2 ശ്വാസകോശത്തെയും പൂർണ്ണമായി ബാധിക്കുന്ന രീതിയിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്ന കേസുകൾ ഏകദേശം 10-14% വരും. അപ്പോൾ 81% ഒരു ചെറിയ രീതിയിൽ വരുന്നു, ഒരു 14% സിവിയറായിട്ട് വരുന്നു, പിന്നെ ഒരു 5% തികച്ചും ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളാണ് വരുന്നത്. ക്രിട്ടിക്കലായിട്ടുള്ള രോഗികളെന്ന് പറഞ്ഞാൽ ICUവിൽ പ്രവേശിപ്പിക്കുകയും വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണ്ടി വരികയും ചെയ്യുന്ന തലത്തിലേക്ക് വരുന്നുണ്ട്. ഈ അസുഖം വന്നിട്ടുള്ളവരിൽ ഒരു ഓവറോൾ 2.3 to 5% ആളുകൾ മരണപ്പെട്ടേക്കാം എന്നുള്ള ഒരു കണക്ക് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി ഈ COVID-19 നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആരെയൊക്കെയാണ് നമ്മൾ കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കേണ്ടത്? കോവിഡ് ടെസ്റ്റിംഗ് ഫോർ ഹൂം? All individuals need not be tested. Disease is primarily reported in individuals with a travel history to the affected countries or close contacts of positive cases. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ ഫോർ ഹൂം ടു ടെസ്റ്റ് നമുക്ക് 2 ബ്രോഡ് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. കാറ്റഗറി എ, all symptomatic people who have history of international travel in last 14 days. Number 2, had come in contact with confirmed cases. Number 3, who are healthcare workers. Number 4, hospitalized patients with a severe acute respiratory illness or influenza-like illness or severe pneumonia. ഇത്രയുമാണ് എയിൽ വരുന്നത്, എ ഗ്രൂപ്പിൽ വരുന്നത്. അടുത്തത് ബി ഗ്രൂപ്പ്, asymptomatic direct and high risk contacts of confirmed cases should be tested once between day 5 and day 14 of coming in his or her contact. Direct and high risk contacts എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. Those having or those who are living in the same household with confirmed case, number 1. Number 2, healthcare worker who examined a confirmed case without adequate പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്. ഇനി എന്തൊക്കെയാണ് നമ്മളുടെ ടെസ്റ്റിംഗ് എന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കരുതിയിരിക്കുന്ന നാം ഡയഗ്നോസിന് വേണ്ടി കരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ PCR തന്നെയാണ്. അതായത് യൂസ് PCR ആസ് പ്രൈമറി ഡയഗ്നോസ്റ്റിക് മൊർട്ടാലിറ്റി. അതായത് ഇത് ഒരു RNA വൈറസാണ്. ഇതിൻ്റെ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ തന്നെയാണ് ഏറ്റവും നല്ല ടെസ്റ്റായിട്ട് നമ്മൾ കരുതിയിരിക്കുന്നത്. സ്വാബ് എടുക്കുന്നത് നേസോഫാരിഞ്ചിയലും ആൻഡ് ഓറോഫാരിഞ്ചിയൽ സ്വാബാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്പർ 1. ഇനി തുടർന്ന് എന്തൊക്കെ ടെസ്റ്റുകളാണ്? ആൻറ്റിബോഡി ടെസ്റ്റ്. ആൻറ്റിബോഡി ടെസ്റ്റ് നീഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ പ്രൈമറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആൻറ്റിബോഡി ടെസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ അഡ്ജങ്ക്റ്റ് ഇൻ ഡൗട്ട്ഫുൾ കേസസ്, നെഗറ്റീവ് ഫോർ PCR and test contact for epidemiological purpose. Antibody test can be used in limited manner to screen new arrivals from within or abroad, and those positive may be quarantined. Rapid antibody test for COVID-19. 2-3 പ്രത്യേകതകൾ അതിനെക്കുറിച്ചുണ്ട്, അത് ഞാൻ പറയാം. It's not recommended for diagnosis of COVID-19 infection. Can be done on blood, serum, plasma samples. Test results available within 30 minutes. Tests become positive after 7 to 10 days of infection. Remains positive for several weeks after infection. Positive test indicates exposure to SARS coronavirus 2, but negative test does not rule out COVID-19 infection. അതാണ് അതിൻ്റെ പ്രത്യേകതകൾ.
ഇത്രയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ. ഞാൻ പറഞ്ഞു PCR-ഉം ആൻറ്റിബോഡി ടെസ്റ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ ഒരു COVID-19 പോസിറ്റീവ് പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ജനറലായിട്ട് ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. അതായത് അതർ ഇൻവെസ്റ്റിഗേഷൻസ് ദേ ഇൻക്ലൂഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ routine blood, platelet count, renal function test, liver function test, CRP, RBS and ECG. കൂടാതെ ചില കേസുകളിൽ ഇഫ് ഇൻഡിക്കേറ്റഡ് പോർട്ടബിൾ എക്സ്റേ ടെസ്റ്റ് എടുക്കാം. പേഷ്യൻ്റ് എന്തെങ്കിലും ബ്രീതിങ് ഡിഫിക്കൽട്ടിയോ ചെസ്റ്റ് ഡിസ്കംഫർട്ടോ ഉണ്ടെങ്കിൽ അത് തരം പോലെ ചെയ്യാം. കൂടാതെ HIV, HBsAg, HCV എന്നിവ ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഡി ഡൈമർ, ഫെറിറ്റിൻ, LDH, CPK, പ്രോകാൽസിറ്റോണിൻ, ബ്ലഡ് കൾച്ചർ ഇത്തരം ടെസ്റ്റുകളും സാധാരണ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ല ചില വേളകളിൽ അതിൻ്റെ ആവശ്യം വരാറുണ്ട്. കൂടാതെ ഈ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികളിൽ താഴെ പറയുന്ന ടെസ്റ്റുകൾ 2-3 ദിവസം കൂടുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ അസുഖം എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത്, വേഴ്സൺ ചെയ്യുകയാണോ ഇമ്പ്രൂവ് ചെയ്യുകയാണോ എന്ന് അസസ് ചെയ്യുന്ന കുറേ മാർക്കേഴ്സ്. അതെന്തൊക്കെയാണ്? റിപ്പീറ്റ് ദിസ് test, അതായത് every 3 days if clinically deteriorating include complete blood count, creatinine, SGOT, SGPT, CRP, LDH, CPK, ferritin and if indicated HRCT thorax and ECG accordingly. കൂടാതെ for immunocompromised and transplant recipient patient as well as in HIV and AIDS patients test for tuberculosis and ന്യൂമോസിസ്റ്റിസ് കാരിനി. അടുത്തത് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതുണ്ട്. ഒരു 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അതിന് നമ്മൾ ക്ലിനിക്കൽ കാറ്റഗറൈസേഷൻ എന്നാണ് പറയുന്നത്. കാറ്റഗറി A, കാറ്റഗറി B ആൻഡ് കാറ്റഗറി C. ഏതാണ് കാറ്റഗറി എയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കാറ്റഗറി A മൈൽഡ് സോർ ത്രോട്ട്, കഫ്, റൈനൈറ്റിസ് ആൻഡ് ഡയറിയ. എന്താണ് കാറ്റഗറി ബിയിൽ വരുന്നത്? ഫീവർ ആൻഡ് സിവിയർ സോർ ത്രോട്ട് and cough or category A plus താഴെ പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഡിസീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 കൂട്ടങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാവണം. അതായത് കാറ്റഗറി A പ്ലസ് ഞാൻ പറയാം: ലങ് ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ്, ഹൈപ്പർ ടെൻഷൻ, ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സ്, അൺകൺട്രോൾഡ് ഡയബറ്റീസ്, ക്യാൻസർ, HIV, AIDS, long-term steroids, a patient on long-term steroids, pregnant lady and lastly age more than 60 years. അതായത് കാറ്റഗറി A പ്ലസ് താഴെ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം കൂടി ഉണ്ടെങ്കിൽ അത് നമ്മൾ കാറ്റഗറി B ആയിട്ട് എടുക്കും. ഓർ കാറ്റഗറി ബിയിൽ തന്നെ അടുത്ത ഗ്രൂപ്പ് കാറ്റഗറി A പ്ലസ് പേഷ്യൻ്റ് ഹാവിങ് കാർഡിയോവാസ്കുലർ ഡിസീസ്, അതൊരു പർട്ടിക്കുലർ എൻറ്റിറ്റി ആയിട്ട് എടുക്കാറുണ്ട്. അത് നമ്മൾ കാറ്റഗറി B ആയിട്ടാണ് കരുതുന്നത്. What about category C? നമുക്ക് നോക്കാം. കാറ്റഗറി C മീൻസ് കോവിഡ് പേഷ്യൻസ് വിത്ത് റെഡ് ഫ്ലാഗ് സൈൻസ്. എന്തൊക്കെയാണ് റെഡ് ഫ്ലാഗ് സൈൻസ്? നമുക്ക് നോക്കാം. 6 എണ്ണമാണ് റെഡ് ഫ്ലാഗ് സൈൻസ് ഉള്ളത്. 1 ബ്രെത്ത്ലെസ്നെസ്, 2 ചെസ്റ്റ് പെയിൻ, 3 ഡ്രൗസിനെസ്, 4 fall in blood pressure, 5 ഹീമോപ്റ്റൈസിസ്, 6 സൈനോസിസ്. ഓർ ചിൽഡ്രൻ വിത്ത് ILI, ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, ഓർ വേഴ്സണിങ് ഓഫ് ദി അണ്ടർലൈങ് ക്രോണിക് കണ്ടീഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്രോണിക് കണ്ടീഷൻസ് ഏതെങ്കിലും വേഴ്സൺ ചെയ്യുന്ന കാറ്റഗറിയും. ഇനി അടുത്ത ഗ്രൂപ്പ് നമുക്ക് നോക്കേണ്ടത്, ഈ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് മാറ്റേണ്ടത് ഹൈ റിസ്ക് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നോക്കണം. ഈ ഹൈ റിസ്ക് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1 അൺകൺട്രോൾഡ് ഡയബറ്റീസ്, നമ്പർ 2 ഹൈപ്പർ ടെൻഷൻ, നമ്പർ 3 കാർഡിയോവാസ്കുലർ ഡിസീസ്, നമ്പർ 4 ലങ് ഡിസീസസ്, നമ്പർ 5 ക്രോണിക് കിഡ്നി ഡിസീസ്, number 6 chronic liver disease, number 7 immunosuppressive, number 8 HIV and congenital immunodeficiency diseases, and number 9 age more than 60 years. ഈ ഹൈ റിസ്ക് പേഷ്യൻറ്റിൽ തന്നെ നമുക്കൊരു ക്ലിനിക്കൽ അസസ്മെൻറ്റും ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനും കൂടി പറയുന്നുണ്ട്. ഈ ക്ലിനിക്കൽ അസസ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടായാലാണ് നമ്മൾ ഹൈ റിസ്കിൻ്റെ ഗ്രൂപ്പിൽ പെടുന്നതെന്ന് നോക്കാം. അതിലൊന്നാമത്തേത് ഹൈപ്പോക്സിയാണ്. അതായത് SpO2 ലെസ് ദാൻ 93% ഓൺ റൂം എയർ. നമ്പർ 2 ടക്കിക്കാർഡിയ, ഹാർട്ട് റേറ്റ് മോർ ദാൻ 125 per minute. നമ്പർ 3 റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ദാറ്റ് ഈസ് റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 30 per minute. നമ്പർ 4 hypotension, systolic BP less than 90 and diastolic BP less than 60. And number 5 altered sensorium. അതുപോലെ തന്നെ ഹൈ റിസ്ക് ഗ്രൂപ്പിൽ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹൈ റിസ്ക് പേഷ്യൻസ് വിത്ത് ലബോറട്ടറി വാല്യൂസ്. നമ്പർ 1 CRP മോർ ദാൻ 100,
CPK twice upper limit of normal, ferritin more than 300, elevated troponin level, D-dimer more than 1000 and multi-organ dysfunction. ഇത്രയുമാണ് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്ന കാര്യങ്ങൾ. അടുത്തത് നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിലേക്ക് പോകാം. ഈ ട്രീറ്റ്മെൻറ്റിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ട്രീറ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടി തന്നെ നമ്മൾ ഈ കോവിഡ് പേഷ്യൻറ്റിനെ പ്രൂവൺ കോവിഡ് കേസിനെ നമ്മൾ കാറ്റഗറി A, B, C ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്തരം ആളുകളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവോയ്ഡ് NSAID, അവോയ്ഡ് നെബുലൈസേഷൻ, ഇൻസ്റ്റഡ് വി ക്യാൻ യൂസ് MDI ആൻഡ് എല്ലാ പേഷ്യൻസിനും അസൾട്ടാമിവർ 75 mg BD വെച്ച് കൊടുത്തിരിക്കണം. നമുക്ക് PCR റിസൾട്ട് കിട്ടുന്നത് വരെയെങ്കിലും. ഇഫ് സെക്കൻഡറി ന്യൂമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യണം. ആൻറ്റിബയോട്ടിക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കൽ ആൻറ്റിബയോഗ്രാം അനുസരിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻറ്റിബയോട്ടിക് പോളിസി അനുസരിച്ച് ചെയ്യാം. ഓർ ഇൻ ബ്രീഫ് നമുക്ക് സാധാരണഗതിയിൽ കമ്മ്യൂണിറ്റി അക്വയർഡ് ന്യൂമോണിയയുടെ ലൈൻ ഫോളോ ചെയ്യാവുന്നതാണ്. ലിവോഫ്ലോസസിൻ പ്ലസ് മാക്രോലൈഡ് ഓർ അമോക്സിക്ലാവ് വിത്ത് മാക്രോലൈഡ് ഓർ സെഫ്ട്രിയാക്സോൺ വിത്ത് മാക്രോലൈഡ്, ഇതിൽ ഏതെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് IV ഫ്ലൂയിഡിൻ്റെ കാര്യമാണ്. ജുഡീഷ്യസ് യൂസ് ഓഫ് IV ഫ്ലൂയിഡ് മാത്രമേ ഈ കേസിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഓവർലോഡ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവോയ്ഡ് സ്റ്റിറോയിഡ്സ് ആൻഡ് ഫൈനലി യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഫാമിലി. ഇതാണ് അതിൻ്റെ ജനറലായിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റായിട്ട് നമുക്കറിയാം COVID-19 സ്പെസിഫിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലില്ല. പക്ഷേ ഇപ്പം നമ്മൾ നിലവിലൊരു സമവായത്തിലൂടെ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എല്ലായിടത്തും കൊടുത്തുകൊണ്ടിരിക്കുന്ന WHO ഗൈഡ് ലൈനും ICMR ഗൈഡ് ലൈനും നമ്മുടെ കേരള സ്റ്റേറ്റ് നമുക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈനും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളാണ് പറയുന്നത്. അതിൽ കാറ്റഗറി A എന്ന് പറയുമ്പോൾ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് മാത്രം മതി. പക്ഷേ ഈ പേഷ്യൻറ്റ് നമ്മൾ ഒരു 24 to 48 hours റീഅസസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാറ്റഗറി Aയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കാറ്റഗറി Bയിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അടുത്തത് കാറ്റഗറി Bയുടെ ട്രീറ്റ്മെൻറ്റാണ്. കാറ്റഗറി Bയുടെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നമ്പർ 1 ഹൈഡ്രോക്സിക്ലോറോക്വിൻ 400 mg BD for 1 day, then hydroxychloroquine 200 mg BD for next 4 days. Or if hydroxychloroquine available അല്ല എങ്കിൽ ക്ലോറോക്വിൻ ബേസ് നമുക്ക് ഉപയോഗിക്കാം. ക്ലോറോക്വിൻ ബേസ് ആണെങ്കിൽ 600 mg at the time of diagnosis, followed by 300 mg 12 hours after the first dose, then 300 mg BD for next 4 days. ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ കൂടെ ടാബ് അസിത്രോമൈസിൻ 500 mg OD for 1 day, then അസിത്രോമൈസിൻ 250 mg BD for next 4 days. മൂന്നാമതായിട്ട് ആദ്യം ഞാൻ പറഞ്ഞു ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഓർ ക്ലോറോക്വിൻ, നമ്പർ 2 അസിത്രോമൈസിൻ, നമ്പർ 3 ഒസൽട്ടാമിവിർ 75 mg BD for 5 days. ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 4-5 കോൺട്രാഇൻഡിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ കോൺട്രാഇൻഡിക്കേഷൻ എന്ന് നോക്കാം. നമ്പർ 1 QTC പ്രൊലോങ്ങേഷൻ. ഇഫ് QTC മോർ ദാൻ 500 ആണെങ്കിൽ ഇത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. നമ്പർ 2 പോർഫൈറിയ. നമ്പർ 3 മയാസ്തീനിയ ഗ്രാവിസ്. നമ്പർ 4 റെറ്റിനൽ പത്തോളജി ആൻഡ് നമ്പർ 5 എപ്പിലെപ്സി. ഈ 5 കണ്ടീഷൻ നോക്കി വേണം നമ്മൾ ഹൈഡ്രോക്സിക്ലോറോക്വിൻ കൊടുക്കാൻ. കൂടാതെ പ്രഗ്നൻസി ഈ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഒരു കോൺട്രാഇൻഡിക്കേഷൻ അല്ല എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്, അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി എന്താണ് കാറ്റഗറി സിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് നോക്കാം. ട്രീറ്റ്മെൻറ്റ് ഫോർ കാറ്റഗറി C പേഷ്യൻസ്. അവിടെയും ഹൈഡ്രോക്സിക്ലോറോക്വിൻ 400 mg BD for 1 day, then 200 mg BD for next 4 days, or chloroquine 600 mg base at diagnosis and 300 mg after 12 hours, then 300 mg BD for next 4 days, plus injection azithromycin 500 mg IV stat on day 1 and 250 mg IV OD for next 4 days. Number 3 ഒസൽട്ടാമിവിർ 75 mg BD. ഇവിടെ ലോപ്പിനാവിർ റിട്ടനാവിറിൻ്റെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലോപ്പിനാവിർ റിട്ടനാവിർ 400-100 കോമ്പിനേഷൻ ടു ബി യൂസ്ഡ് ഓൺലി ഇഫ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഓർ ക്ലോറോക്വിൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ്. ലോപ്പിനാവിർ റിട്ടനാവിർ ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഓൺ എ കമ്പാഷനേറ്റ് ഗ്രൗണ്ട് ആഫ്റ്റർ ഇൻഫോംഡ് കൺസെൻറ്റ്. It has to be started within 10 days of symptom onset. Dose lopinavir ritonavir 400-100
tablet 101 into 14 days or for 7 days after becoming asymptomatic. When to add lopinavir ritonavir? When category C progress to ARDS or multi-organ dysfunction syndrome while on hydroxychloroquine and azithromycin. Stop azithromycin, then monitor QTC frequently. Use lopinavir ritonavir on a compassionate ground after explaining the risk of QTC prolongation and cardiac arrhythmia. ഇത് കൂടാതെ some novel treatment options ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് convalescent serum, use of convalescent serum, dose 250 to 500 ml on day 1, 3 and 5. Indications: need for mechanical ventilation, PCR increased by 3.5 times or absolute more than 18 per deciliter, moderate to severe ARDS in less than 10 days. അടുത്തത് severe COVID or complication of COVID, pneumonia etc., cytokine storm and high interleukin 6 etc. IVIG യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. IVIG 1 gram per kilogram body weight 2 doses or ടോസിലിസുമാബ്. WHO പുതിയ ട്രയലായിട്ടുള്ള സോളിഡാരിറ്റി ട്രയൽ അതിൽ HCQ ഹൈഡ്രോക്സിക്ലോറോക്വിൻ, റെംഡെസിവിർ, ലോപ്പിനാവിർ, റിട്ടനാവിർ കോമ്പിനേഷൻ ആൻഡ് ലോപ്പിനാവിർ, റിട്ടനാവിർ ആൻഡ് ഇൻ്റർഫെറോൺ 1 ബീറ്റ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള ട്രയൽ ഉണ്ട്. കൂടാതെ ഡിസ്കവർ ട്രയൽ ഓൾസോ ടെസ്റ്റിംഗ് ദ സെയിം ഡ്രഗ്സ്. ഫ്യൂ വേർഡ്സ് അബൌട്ട് കീമോപ്രൊഫൈലാക്സിസ്. ആസ് പെർ ICMR ഗൈഡ് ലൈൻ 2 ഗ്രൂപ്പ്സ്, 2 ഗ്രൂപ്പ്സ് മാത്രമേ കീമോപ്രൊഫൈലാക്സിസ് എടുക്കേണ്ട കാര്യമുള്ളൂ. അത് ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കർ ടേക്കിംഗ് കെയർ ഓഫ് COVID-19 പേഷ്യൻസ്. സെക്കൻഡ് ഗ്രൂപ്പ് ഹൗസ് ഹോൾഡ് കോൺടാക്ട്സ് ഓഫ് COVID-19 പേഷ്യൻസ്, എ പോസിറ്റീവ് കേസ്. എൻ്റെ റെജിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ 800 mg in first week followed by 400 mg every week for subsequent 7 weeks. For household contacts ആണെങ്കിൽ 800 mg hydroxychloroquine in first week followed by 400 mg hydroxychloroquine every week for subsequent 3 weeks. എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്സിക്ലോറോക്വിൻ്റെ ആ സൈഡ് ഇഫക്റ്റ് നമുക്കറിയാം, അല്ലെങ്കിൽ കോൺട്രാൻഡിക്കേഷൻ നമുക്കറിയാം. ആ കോൺട്രാൻഡിക്കേഷൻ നോക്കി മാത്രം ഇത് കൊടുക്കുക എന്നുള്ളത്. ഐ വിൽ റിപ്പീറ്റ്. അതായത് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇസ് കോൺട്രാൻഡിക്കേറ്റഡ് ഇൻ QTC more than 500 millisecond, porphyria, myasthenia gravis, retinal pathology and epilepsy. അവസാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഇത് COVID-19 പടർന്നു പിടിക്കാതെ പ്രിവെൻറ്റ് ചെയ്ത് നിൽക്കാം എന്നുള്ളതാണ്. നമുക്കറിയാം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു 11 പരിപാടിയാണ്. അതിൽ നമ്പർ 1 ഹാൻഡ് വാഷിംഗ്, പ്രോപ്പർ ഹാൻഡ് വാഷിംഗ്. അറിയാം, നവമാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയും ഒക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഹാൻഡ് വാഷ് ചെയ്യേണ്ടതെന്ന്. ഒന്നുകിൽ ഹാൻഡ് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകുക. സോപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ, കൊറോണ വൈറസിന് ഒരു കവറുണ്ട്. ആ കവറിൽ പ്രോട്ടീനും ലിപ്പിഡും കൂടെ ചേർന്നിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ ലിപ്പിഡ് സോപ്പ് കൊണ്ട് കഴുകുമ്പോൾ അതങ്ങാലത്ത് കുറച്ച് സമയം കഴുകി കഴിയുമ്പോൾ അതങ്ങാലത്തെ വൈറസ് നശിച്ചു പോകും. സോപ്പിട്ട് കഴുകിയാൽ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് വൈറസിനെ നശിപ്പിക്കാൻ പറ്റിയ ഒരു ആയുധമാണ് സോപ്പ് എന്ന് മനസ്സിലാക്കുക. ഒരു 20-30 സെക്കൻഡോളം നമ്മൾ സോപ്പിട്ട് നന്നായിട്ട് കൈ കഴുകുകയാണെങ്കിൽ നമുക്ക് ഈ വൈറസിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റും. ഇല്ലാന്ന് വരികിൽ നമുക്ക് ആൽക്കഹോൾ ബേസ് ആയിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. 60% മുകളിൽ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഉള്ള സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക്. രണ്ടാമത്തെ കാര്യം റെസ്പിറേറ്ററി ഹൈജീൻ. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഈവൻ സംസാരിക്കുമ്പോഴും പറ്റുമെങ്കിൽ ഒരു തൂവാല കൊണ്ട് മറച്ചു പിടിക്കുക. അതുവഴി നമുക്ക് ഡ്രോപ്ലെറ്റ് മറ്റുള്ളവരിലേക്കോ അല്ലെങ്കിൽ പൊതുവായ സ്ഥലങ്ങളിലേക്കോ എത്തുന്നതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്പർ 3 എന്ന് പറയുന്ന ട്രിപ്പിൾ ലെയർ മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്ക് പൊതുവായി നമ്മളിപ്പോൾ മാസ്ക് എല്ലാവരും ഉപയോഗിക്കണമെന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റു ദോഷങ്ങളൊന്നുമില്ല, ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് അവോയ്ഡിങ് ക്രൗഡ്സ്, മറ്റ് ജനക്കൂട്ടം, ആൾക്കൂട്ടം നമുക്ക് ഒഴിവാക്കാം. നമുക്കറിയാം സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ ആൾക്കൂട്ടങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അടുത്തത് അവോയ്ഡ് ഹാൻഡ് ഷേക്ക്, നമ്മൾ കൈ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമസ്തേ പറഞ്ഞ് നമുക്ക് ഉപചാരത്തോടുകൂടി മാറി നിൽക്കാം. ആറാമത് പറയുന്നത് അവോയ്ഡ് നോൺ എസെൻഷ്യൽ ട്രാവൽ, അനാവശ്യമായ യാത്രകൾ ഉണ്ടെങ്കിൽ, അത്രയ്ക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്.
ഏഴാമത് നമ്മൾ പറയുന്നത് അവോയ്ഡ് ഹോൾഡിംഗ് ഓൺ റെയിൽസ്. നമ്മൾ സ്റ്റെപ്പ് കയറുമ്പോൾ ഹാൻഡ് റെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോറിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാവും. അതുമല്ല എന്നൊരിക്കൽ നമ്മളിപ്പോൾ ഒരു ATM കൗണ്ടറിൽ പോയാൽ നമ്മൾ അതിൻ്റെ ഡോറിൽ പിടിക്കുന്ന അത്തരം സന്ദർഭങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അഥവാ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഒരു പോക്കറ്റിലോ ബാഗിലോ ഒരു ഹാൻഡ് സാനിറ്റൈസർ കൊണ്ടു നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തുറന്നങ്ങോട്ടുള്ള ദിനങ്ങളിൽ യൂസ് ഗ്ലൗ. നമുക്ക് ഈ ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ഗ്ലൗസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തായി നമുക്ക് പറയാനുള്ളത് ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പേഷ്യൻറ്റിൻ്റെ കേസ് ഷീറ്റ് പേഷ്യൻറ്റിൻ്റെ ബെഡിൽ വയ്ക്കരുത് എന്നുള്ളതാണ്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോൾ വാർഡിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു നിലയിൽ നിന്ന് മറ്റൊരു നിലയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ കൈവശമുള്ള പേന ഉപയോഗിക്കുക, ഫിംഗർ ടിപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ആ പേന നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വെച്ചിട്ട് പോവുക. തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ആ പേന ഒഴിവാക്കുക, വീട്ടിൽ കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക. ഈ 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ് WHO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള അതേ PPE പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് ധരിക്കാൻ യാതൊരു വിമുഖതയും കാണിക്കരുത്. അത് പൂർണ്ണമായും അതനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം ഈ യുദ്ധത്തിലെ മുന്നണി പോരാളികൾ ആരോഗ്യ പ്രവർത്തകരാണ്. ആരോഗ്യ പ്രവർത്തകർ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ യുദ്ധത്തിൽ നമ്മൾ താഴെ വീഴുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നിൽ നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ, സാധാരണക്കാരും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു രീതിയിലും ഇൻവോൾവ് ആവാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവരെ വളരെ നെഗറ്റീവായിട്ടത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകണം. ഈ പറഞ്ഞ പ്രവൃത്തികളും പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ്സും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടും കൂടി ഫോളോ ചെയ്ത് WHO-യുടെയും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും കേരള സ്റ്റേറ്റിൻ്റെയും ഗൈഡ് ലൈൻ എല്ലാം കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് ഈ മഹാമാരിയിൽ നിന്നും ഒരു മോചനം നേടാനാവും. അതുവഴി നമുക്ക് നമ്മുടെ കേരളത്തെയും നമ്മുടെ കേരള ജനതയെ രക്ഷിക്കാം, നമുക്ക് ഇന്ത്യക്ക് അഭിമാനമാകാം, ഇന്ത്യയെ രക്ഷിക്കാം, നമുക്ക് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഈ മഹാമാരിയിൽ പെട്ട് ഉഴലുന്നവരെ നമുക്ക് സഹായിക്കാനും അതുവഴി ലോകത്തിനൊരു മാതൃകയാകാനും നമുക്ക് കഴിയും. നമുക്കറിയാം കേരള ജനത ഏത് പ്രതിബന്ധത്തെയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്നതാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഈ വേളയിൽ ഈ കോവിഡിനെയും പ്രതിരോധിക്കാനും ഇതിനെ അതിജീവിക്കുവാനും അതുവഴി നമുക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് തുടർന്ന് പോകുവാനും കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.